വീണ്ടും ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. പറഞ്ഞു മടുത്തെങ്കിലും ഇങ്ങനെയാണല്ലോ എല്ലാവരുടെയും ജീവിതം. അപ്പോൾ പുതിയ ദിവസമായിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കോളേജിൽ പോയി ഒരു ക്ലാസ് കഴിഞ്ഞു. വലിയ സുഖമൊന്നും ഉണ്ടായില്ല. മുന്നൊരു ദിവസം ഒരു പട്ടീനെ കൊണ്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നില്ല, ആ ക്ലാസ് തന്നെ. പട്ടി ഇത് ഇത്തിരി പശകായതുകൊണ്ടും എനിക്കാണെങ്കിൽ ഉറക്കപ്പിച്ച കാരണവും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പോയി ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പകുതി ഗ്യാസ് കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. ആ ക്ലാസ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി, ഉറക്കം പോകാനും കൂടി വേണ്ടി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആസ് ഓൾവേസ് പോകാറുള്ള പോലെ നമ്മൾ ഷാപ്കയിലേക്ക് പോകുന്നു. എന്തേലും മേടിക്കും, അല്ലെങ്കിൽ ചുമ്മാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കും, എന്നിട്ട് അടുത്ത പരിപാടി. അങ്ങനെയാണ് പൊതുവെ ഉള്ളത്. ഇന്നും പതിവിന് വിപരീതമല്ല, അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ യൂണിവേഴ്സിറ്റി നിങ്ങളധികം കാണിച്ചിട്ടില്ലല്ലോ. ഈ കാണുന്നത് മൊത്തം നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഹോസ്റ്റല്, ഇത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, എന്താ തേങ്ങ മാങ്ങ അങ്ങനെ. ഇത് ഈ സൈഡിൽ കാണുന്ന കുറേ ബിൽഡിംഗ് ഉണ്ട്. അതൊക്കെ പിന്നെ എന്താണ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെയാണ് സംഭവം, എന്തൊക്കെയാണ് എന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ബട്ട് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുവട്ടത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതെല്ലാ കോളേജുകാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉള്ളതാണ്. എന്താ ചെയ്യുക. അപ്പോൾ ഇനി ഷാപ്കയിൽ പോകണോ ഗൊറൻസിൽ പോകണോ? ഇവിടെ 2 കടയുണ്ട്. ഒരു ഷാപ്കയുണ്ട്, അവിടെ ചായക്കാണെങ്കിൽ 7 സ്ലോട്ടി. ചായ മീൻസ് കാപ്പി കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഗൊറൻസ് ഉണ്ട്. അല്ല, ഞാൻ പറയുന്ന ചായ എന്ന് ഉദ്ദേശിക്കുന്നത് കാപ്പി. അപ്പോൾ ഗൊറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 20 ഡയറക്റ്റ് അടിച്ച് നേരെ ഡബിളോ. നമുക്ക് സാധാരണക്കാരുടെ ചായ പോയി മേടിച്ച് കുടിക്കാം. ഹലോ, ഡു യു ഗൈസ് വാണ്ട് ടു സേ ഹായ്? ഡു യു ഗൈസ് വാണ്ട് ടു സേ ഹായ്? ഇനി നമുക്ക് ഷാപ്കയിൽ കയറിയിട്ട് ഷാപ്കയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഷാപ്കയാണല്ലോ എല്ലാം നമുക്ക് തരുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഷാപ്കയിലാണ് നമുക്ക് സാധനങ്ങൾ എല്ലാം കിട്ടുക. അല്ല, അങ്ങനെയല്ല കേട്ടോ, വില കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖം. ഇതൊക്കെ നമ്മൾ കാലത്ത് തന്നെ വന്നിട്ട് എല്ലാവരുടെ കളറിലും എല്ലാ സാധനങ്ങളും കാണുന്നു. അപ്പോൾ കിട്ടുന്നൊരു ഉന്മേഷം. പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കിയും കണ്ടും പൊട്ടിച്ചില്ലെങ്കിൽ മാസാവസാനം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുന്നൊരവസ്ഥ. പോയിട്ട് നമ്മൾ ഒരു ബ്രെഡ് മേടിച്ചു. ഞാൻ മേടിച്ചില്ല. അതിന് 4 സ്ലോട്ട് എന്ന് പറയുമ്പോൾ 4 2 80 രൂപയായി. വെറുതെ അനാവശ്യ ചെലവുകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ കടയിൽ പോയി വായ നോക്കിയിട്ട് ഇങ്ങോട്ട് വരും, അതൊരു സുഖമാണല്ലോ. അപ്പോൾ അത് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. പിന്നെ ബൈ ദ വേ കാലാവസ്ഥ പിന്നെയും ചൂടായിട്ടോ. ചൂടിങ്ങനെ കൂടി വരുന്നു. കുഴപ്പമൊന്നുമില്ല. മൂട് എങ്ങോട്ട് പോയി. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനി ആവില്ലുണ്ട്. ജാടുള്ള ടീമുകളുണ്ടാവില്ല. അങ്ങനെ പോകുന്നവരാണ് എൻ്റെ പിന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കാശാരാന്നാണ് വിചാരം, ആണ് സത്യത്തിൽ. അങ്ങനത്തെ ടീമുകളെ കാണുമ്പോൾ നമുക്കൊരു വരും. ഇനി അടുത്ത ക്ലാസ്. അങ്ങനെ ആഘോഷകരമായി 2ാമത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഇപ്പം നല്ല ചൂടായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടി എടുത്ത് വെച്ചത്. കണ്ണ് കാണാൻ പറ്റുള്ളൂ, അത്രയും വെളിച്ചം. ഇവിടെ വെളിച്ചില്ല, കാരണം ഇവിടെ ഷെയ്ഡുള്ളിടത്തേക്ക് ഞാൻ വന്നേക്കണേ. അതല്ലാത്ത പക്ഷം ഒടുക്കത്തെ വെയിലാണ്, കണ്ണൊക്കെ ഫ്യൂസായി പോകുന്നൊരവസ്ഥ. എന്നിട്ടാ ക്ലാസ്സിൽ വെച്ച് വീഡിയോ എടുക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പുള്ളിക്കാരൻ വന്നു, ഒരു 2 മണിക്കൂർ നിന്ന് കത്തിച്ചു. പുള്ളിയുടെ എഞ്ചിൻ ഡൗൺ ആയപ്പോൾ പുള്ളി ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. കാരണം ശനി ഞായർ വരികയാണ്. ശനി ഞായറിലേക്കുള്ള യുദ്ധക്കളിക്കുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫുഡ് ഉണ്ടാക്കണം. മിക്കതും ഇത്തവണ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് ആയിരിക്കും. കാരണം ഇപ്പോൾ കുറച്ചധികമായി നോൺ തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് ഇനി വെജ് അടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ചെറിയൊരു ഷിഫ്റ്റ് നടത്താണ്. ബീൻസ് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മാസാവസാനം കൂടി ആയതുകൊണ്ടും നേരെ പൈസ നെഹിഹെ അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യം ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ചെറിയൊരു ഷിഫ്റ്റ് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. അതായത് നാട്ടിലേക്ക് കാശ് അയക്കണവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അയച്ചോ. ഇപ്പോൾ പോളിഷ് കറൻസി റേറ്റ് കൂടുതലാണ്. അതായത് നാട്ടിലേക്ക് അയക്കുമ്പോൾ 22 സംതിങ് കിട്ടും. മുന്നൊക്കെ 21 സംതിങ് ആയിരുന്നു. ഇപ്പോൾ 22 സംതിങ് ആയിട്ടുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവർക്ക് നഷ്ടം ഉള്ള സമയമാണ്. ആ റേറ്റ് കൂടിയിട്ടുണ്ട്. അതായത് നാട്ടിൽ നിന്ന് അയക്കുമ്പോൾ 22 ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുമ്പോഴേക്കും 22 സംതിങ് ആണ്. അപ്പോൾ നാട്ടിലേക്ക് അയക്കുന്നവർക്ക് ലാഭമാണ്. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ നഷ്ടമാണ്. വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല.
You can say hi. Say hi, Mr. Arya. അവൻ നമ്മുടെ ക്ലാസ്സിലുള്ളവനാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടി എന്ന് പറയുന്നത് കറൻസിയുടെ കാര്യം പറഞ്ഞു, ഇന്നത്തെ വേറെ കുറച്ച് ചവറ് പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ചവറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൻ പിന്നീട് വരും കേട്ടോ. പിന്നീട് നമ്മുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് പോലെ ഇരിക്കാമെന്ന് പറഞ്ഞേക്കുന്നതാണ്. ഇനി പ്രത്യേകിച്ച് വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വെയിലിൻ്റെ കേസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണ് ഇങ്ങനെ കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ കണ്ണ് ഇങ്ങനെ ആവട്ടെ, കണ്ണൊന്നും കാണാൻ പറ്റൂല, അത്രയും വെളിച്ചം. ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞി കടയുണ്ട്. അവിടുത്തെ തിരക്കാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ആൾക്കാരുടെ ക്യൂ. എന്തുമാത്രം ആൾക്കാരാണല്ലേ. ഒരു കുഞ്ഞി കട, അവിടെ ഭയങ്കര ഓഫർ. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒടുക്കത്തെ തിരക്ക്. ഞാനും ഒരു കാലത്ത് പോയിരുന്നു, പക്ഷേ ഇന്ന് പോകണില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും കൂടി ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ ശരിയാവും. ഒരു 3/4 മണിക്കൂർ ആ ക്യൂവിൽ നിന്ന് തീരും. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടകൾക്കൊക്കെ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് കടയാണ്. അവിടെ പിസ്സ കിട്ടും. അവിടുത്തെ തിരക്ക് 100 രൂപയ്ക്ക് നിങ്ങൾ ഇതൊരു വലിയ അറ്റം വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ച സമയത്താണ് ഇത്രയും തിരക്ക്. പകലൊരു 11 മണിക്ക് അവർ കട തുറക്കും. 11 മണിക്ക് തുറക്കുന്ന സമയത്തൊക്കെ തിരക്ക് അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് അറ്റം വരെ അങ്ങോട്ട് വളഞ്ഞു നിൽക്കും, ഇഷ്ടം പോലെ ആൾക്കാരായിട്ട്. എന്തായാലും ആവട്ടെ, അത് പോവാം. ബിദ്രോങ്കിലേക്ക് കയറി ഇപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇന്ന് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. ഇതേ കണ്ടല്ലേ, ഫില്ലറ്റിന് 13.99. നമ്മൾ ആദ്യം വിചാരിക്കും എങ്ങനെയാണെന്ന്, പക്ഷെ അല്ല, അവിടെ നിഗൂഢതകളുണ്ട്. എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾ സാധാരണ ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ, മുന്നത്തെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 24.90. ഇനിയിപ്പോൾ ഇതിലത്തെ ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ, എത്ര ഓട്ടോ വെയിറ്റ് ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 16.99 ഒറ്റ പാക്കറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അതേസമയം 2 പാക്കറ്റ് 4 കിലോയ്ക്ക് താഴെ എടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 13.99. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 പാക്കറ്റ് അങ്ങോട്ട് എടുക്കും. ചേട്ടാ ഇവിടെ ക്യൂട്ടായിട്ട് കാടക്കോഴി ഇരിക്കണ നോക്കി. അയ്യോ, എനിക്ക് വേണ്ട കാടക്കോഴി. ഓക്കെ, ഈ പാക്കറ്റ് നമുക്ക് എടുക്കാം. ഇതിൻ്റെ എക്സ്പയറി മുഖ്യം. ഇന്നിപ്പോൾ ഏതാ ദിവസം? 4-ാം തീയതി. ഒരു പാക്കറ്റ് 4-ാം തീയതി എന്ന് പറയുമ്പോൾ 5 ദിവസം. ഒരു പാക്കറ്റും കൂടെ എടുക്കാം. അങ്ങനെ 2 പാക്കറ്റ് ഫില്ലറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഇറങ്ങുമ്പില്ലേ ഞാൻ എടുത്തോളാം. ഇതിപ്പോൾ താൽക്കാലികമായി തിരിച്ചു വയ്ക്കുകയാണ്, കാരണം തണുത്ത് പോയി കഴിഞ്ഞാൽ കേടാവുമല്ലോ. അതിൻ്റെ കൂടെ ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, മികവുറ്റ ഓഫറായിരുന്നു, അപ്പോൾ ആപ്പിൾ എടുത്തു. കാണിച്ചു തരാം മികവുറ്റ ഓഫർ പ്ലസ് അതിൻ്റെ കൂടെ വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ആപ്പിളിൻ്റെ സൈസ് എന്നെ അങ്ങോട്ട് പിടിച്ച് നിർത്തിക്കളഞ്ഞു. നോക്കിയോ, ഓരോ ആപ്പിളിൻ്റെ വലിപ്പം ആനയുടെ വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, നല്ല വലിപ്പമുള്ള ആപ്പിൾ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 കിലോ എപ്പോഴെങ്കിലും എടുത്തു. 1.5 അല്ല, എൻ്റെ വലിപ്പം മട്ടും ഭാവം കൊണ്ടിട്ടൊരു 3-4 കിലോ ഉണ്ടാവും. പിന്നെ നമ്മുടെ യൂഷ്വൽ ചിക്കൻ്റെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. അപ്പോൾ ഞാൻ എന്നാൽ പോട്ടെ. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, മേക്കിംഗ് കോണ്ടന്റ് എവറി ഡേ ഈസ് നോട്ട് ദാറ്റ് ഈസി ഗൈസ്. സത്യം പറയാമല്ലോ, കണ്ടന്റ് എല്ലാ ദിവസം ഉണ്ടാക്കാൻ നിൽക്കുന്ന പരിപാടിയാണ്. എന്നെ കൊണ്ട് കൂട്ടിയൊക്കെ കൂടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ഇറങ്ങും. കാശ് നല്ല രീതിയിൽ വെടിപ്പായിട്ട് ഇറങ്ങും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാനാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നല്ല പാടാണ് ഈ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്ന പരിപാടി. ചില ദിവസം ബോറാവും, ചില ദിവസം ശരിയാവും. എൻ്റെ കർത്താവേ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പരീക്ഷയും മുന്നുണ്ട് അടുത്ത ആഴ്ച. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, അടുത്ത ആഴ്ച തൊട്ട് പരീക്ഷയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം പാസ്സാവട്ടെ. പരീക്ഷയായി കഴിഞ്ഞാൽ നമ്മൾ വേറെ മൂടാണ്. അമ്മേ, എക്കട്ടം വന്നതിൻ്റെ പേരിൽ ഞാൻ നിർത്താണ്, വേറെ ഒന്നും പറയാനില്ല. യൂഷ്വൽ സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ശരി, ബൈ 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 ബൈ.